السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ 8ാമത്തെ ഫിഖ് ക്ലാസ്സാണിത്. ഇന്നത്തെ നമ്മുടെ വിഷയം കുളിയാണ്. വുളൂഉം തയമ്മുമും അതുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു ഫർളാക്കിയ കുളിയെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. കുളി 6 കാരണങ്ങളെ കൊണ്ട് ഫർളാകും. സുന്നത്തായ കാരണങ്ങൾ ഒരുപാടുണ്ട്, അതിപ്പോൾ തൽക്കാലം നമ്മൾ പറയുന്നില്ല. കുളി നിർബന്ധമാകുന്ന കാരണങ്ങൾ 6 ഉണ്ട്. ഒന്ന് മനീയ് പുറപ്പെടുക, മറ്റൊന്ന് സംയോഗം നടക്കുക, സ്ത്രീ പുരുഷ ബന്ധം നടക്കുക, 3ാമത്തേത് ഹൈളാണ്, 4 നിഫാസാണ്, 5ാമത്തേത് പ്രസവമാണ്. ഹൈള്, നിഫാസ്, പ്രസവം. മറ്റൊന്ന് ഷഹീദല്ലാത്ത ഒരാൾ മരിക്കുക. ഒരാൾ മരിച്ചാൽ പിന്നെ മയ്യത്ത് കുളിപ്പിക്കണമല്ലോ. ഇങ്ങനെ 6 കാരണങ്ങളാണ് കുളിക്കുള്ളത്. ഈ പറയപ്പെട്ട 6 കാരണങ്ങൾ ഉണ്ടായ വ്യക്തി അതിൽ നിന്ന് മോചിതമായതിനു ശേഷം, എന്ന് പറഞ്ഞാൽ മനീയ് പുറപ്പെട്ട് കഴിഞ്ഞു, ലൈംഗികബന്ധം കഴിഞ്ഞു, അതുപോലെ തന്നെ ഹൈള് നിന്നു, നിഫാസ് നിന്നു, പ്രസവരക്തം നിന്നു, ഇങ്ങനെ ഇതൊക്കെ കഴിയുന്ന സന്ദർഭത്തിൽ ഫർളായ കുളി കുളിക്കണം. ആ കുളി കുളിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയ്യത്ത് വെക്കുകയും വേണം. മയ്യത്തിൻ്റെത് പിന്നെ നമ്മൾ കുളിപ്പിക്കലാണ്, കുളിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കുക. മയ്യത്ത് പിന്നെ നിയ്യത്ത് വെക്കൂലല്ലോ. ബാക്കിയുള്ളിടത്തൊക്കെ ഉള്ള കുളിയുടെ ഫർളുകളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ മുസന്നിഫ് പറയുന്നത് നോക്ക് നിങ്ങൾ, വഫുറൂദുൽ ഗുസ്ലി സലാസത്തുൻ, കുളിയുടെ ഫർളുകൾ 3 3 കാര്യങ്ങൾ ചെയ്താലാണ് കുളിയാകുന്നത്, ഫർളായ കുളിയാകുന്നത്. ഒന്ന് അന്നീയത്ത്, ഒന്ന് നീയത്താണ്. നമ്മളിങ്ങനെ പോയി നന്നായി ശരീരം മൊത്തം അങ്ങോട്ട് വെള്ളാക്കി, അതുകൊണ്ട് മാത്രം എന്താവില്ല, കുളിയാകൂല. മറിച്ച് നമ്മൾ നിയ്യത്ത് വെക്കണം. ജനാബത്തിനെ ഉയർത്തുന്നു, നിഫാസ് ഉയർത്തുന്നു, ഹൈദ് ഉയർത്തുന്നു, അതുപോലെ തന്നെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ കുളിയെ വീട്ടുന്നു, കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള നിയ്യത്തുകളൊക്കെ വെക്കാം. ഇങ്ങനെ ഈ ഫർദായ ഏതെങ്കിലും നിയ്യത്തുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുളിക്കാണ് വേണ്ടത്. അപ്പോൾ 1ാമത്തെ ഫർദ് അന്നിയ്യത്തു, നിയ്യത്താണ്. 2ാമത്തേത് വ ഇസാലത്തുൻ നജാസത്തി ഇൻ കാനത് അലാ ബദനിഹി, വ ഇസാലത്തുൻ നജാസത്തി, നജസ്സിനെ നീക്കം ചെയ്യുക, ഇൻ കാനത് അലാ ബദനിഹി, നമ്മുടെ ശരീരത്തിൽ ഏതുണ്ടെങ്കിൽ, നജസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ ആദ്യം നജസ് കഴുകി കളയണം, എന്നിട്ടാണ് കുളിക്കേണ്ടത്. അത് നമ്മൾ വുളൂഇൻ്റെ അവിടെയും പറഞ്ഞതാണ്. അവയവത്തിൽ എന്തെങ്കിലും നജസുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തെ ചേരുന്നത് തടയുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ശുദ്ധമായ വെള്ളത്തെ മറ്റു ഒരു കയർപ്പ് വെള്ളമായി മാറ്റുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സോപ്പ് തേച്ചതിന് ശേഷം ആ സോപ്പുള്ള ശരീരത്തിലേക്ക് നിയ്യത്തിച്ച് വെള്ളം പാർന്നത് കൊണ്ട് എന്താവൂല, കുളി വീടൂല. എന്ത് വേണം, ശുദ്ധമായ വെള്ളം, സോപ്പോ അതുപോലെ തന്നെ വെള്ളത്തെ മലിനമാക്കുന്ന, വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല, നജസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം നജസ് ഉണ്ടായാൽ ആ വെള്ളം മുതനജിസാകും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതെന്താകും, പകർച്ചയായ വെള്ളമാകും. അപ്പൊ ആ വെള്ളം ശരീരത്തിലുള്ള ജനാബത്തോ വലിയ അശുദ്ധിയോ ഉയർത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത്തരം നജസ്സുകളോ വെള്ളത്തെ തടയുന്ന മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ആദ്യം കഴുകി നീക്കിക്കളയൽ നിർബന്ധമാണ്. അപ്പൊ നിയ്യത്ത് വെച്ച് ഇനി അടുത്ത പണി എന്താണ്, നമ്മുടെ ശരീരം മുഴുവനായിട്ട് നനയ്ക്കുക. അതാണ് പിന്നെ കുളി. അത് നമ്മളുടെ ശരീരം എല്ലാ ഭാഗത്തേക്കും നനവെത്തിയാൽ അതോടുകൂടി കുളി ഫർള് വീടും. അതേസമയം അതിൻ്റെ പൂർണ്ണമായ രൂപങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം തലയിലേക്ക് വെള്ളമൊഴിച്ച്, പിന്നെ വലതുഭാഗത്തേക്ക് വെള്ളമൊഴിച്ച്, പിന്നെ ഇടതുഭാഗത്തേക്ക് വെള്ളമൊഴിച്ച്, അങ്ങനെ ശരീരം മുഴുവനായിട്ട് വെള്ളം എത്തിക്കുകയാണ് വേണ്ടത്. വുളൂഇനിക്ക് നമ്മൾ പറഞ്ഞ ഒരുപാട് സുന്നത്തുകൾ ഏതിനുമുണ്ട്, കുളിക്കും ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഫർളുകൾ 3 പറഞ്ഞത്. ഒന്ന് നിയ്യത്ത്,
അതുപോലെ നജസ്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം. മൂന്നാമത്തേത് ശരീരം മുഴുവനായിട്ട് വെള്ളം എത്തിക്കുക. അതാണ് വെള്ളം എത്തിക്കുക. എങ്ങോട്ട്? എല്ലാ മുടികളിലേക്കും, വൽ ബശറത്തി എല്ലാ തൊലിയിലേക്കും. നമ്മുടെ പുറം ശരീരത്തിലുള്ള എല്ലാ തൊലിയും മുടിയും നഖവും സർവവും എന്ത് ചെയ്യണം? നനയണം. എല്ലായിടത്തേക്കും വെള്ളം എത്തണം. അത് നിർബന്ധമാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ചളികള്, നമ്മളുടെ കക്ഷം, അതുപോലെ തന്നെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ, അങ്ങോട്ടൊക്കെ വെള്ളം തട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളുടെ മുൻദ്വാരവും നമ്മളുടെ പിൻദ്വാരവും രണ്ടു ഭാഗവും നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് പോലെ ഒന്ന് ഇരുന്നാൽ പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങൾ ഒക്കെയും എന്ത് ചെയ്യണം? കഴുകൽ നിർബന്ധമാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മളുടെ ശരീരത്തിന്റെ പുറം ഭാഗമാണ്. ആ ഭാഗമൊക്കെയും കഴുകൽ എന്താണ്? നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് കുളിയുടെ മൂന്നാമത്തെ ഫർദ്. അതുപോലെ വുളൂഇന്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞതുപോലെ കുളിക്കും ഒരുപാട് സുന്നത്തുകളുണ്ട്. ആദ്യമായി നമ്മളുടെ സംയോഗം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കൽ സുന്നത്താണ്, ഖിബ്ലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. അതുപോലെ ആദ്യം ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. നിയ്യത്തിന്റെ കൂടെ ബിസ്മി ചൊല്ലി നിയ്യത്ത് വെച്ച് കുളിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ആദ്യം നീക്കം ചെയ്യൽ സുന്നത്താണ്. പിന്നെ കുളിക്കുന്നതിൻ്റെ മുമ്പ് പല്ല് തേക്കലും വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ഒക്കെ സുന്നത്താണ്. അതുപോലെ കുളിയുടെ മുമ്പ് പൂർണ്ണമായ ഒരു വുളൂ, ആദ്യം ചെറിയ അശുദ്ധി ഉയർത്താൻ വേണ്ടി ആദ്യമായി വുളൂ ചെയ്യൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അത് ആദ്യത്തിലാവലാണ് ഏറ്റവും നല്ലത്. അവസാനത്തിലും വുളൂ ആകാം. ഏറ്റവും അഫ്ദൽ ആദ്യത്തിലാവലാണെന്ന് മാത്രം. അതുപോലെ തന്നെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കഴുകുക. നമ്മളുടെ പൊക്കിള്, അതുപോലെ തന്നെ കക്ഷം, അതുപോലെ തന്നെ അങ്ങനെ മടക്കുള്ള ഭാഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കണം. നമ്മളുടെ താടി രോമങ്ങള്, തലമുടി, അതൊക്കെ നന്നായി തിക്കകറ്റി എല്ലായിടത്തേക്കും ഉള്ളിലേക്കൊക്കെ വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തല് അത് സുന്നത്തായ കാര്യമാണ്. നമ്മുടെ ശരീരം മുഴുവനായി ഉരച്ച് കഴുകൽ സുന്നത്താണ്. ഇടയിൽ സംസാരിക്കാതിരിക്കലും മറ്റുള്ളവരോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാതിരിക്കലൊക്കെ സുന്നത്താണ്. അതുപോലെ പ്രധാനമായും മറ്റൊരു സുന്നത്താണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുക എന്നുള്ളത്. ബാത്റൂമിൽ ആരും കാണാത്ത സ്ഥലമാണെങ്കിൽ പോലും ഔറത്ത് മറച്ചുകൊണ്ട് മുണ്ടുടുത്തുകൊണ്ട് കുളിക്കലാണ് സുന്നത്ത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആ ലജ്ജ നഷ്ടപ്പെടാതിരിക്കാൻ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ സ്ത്രീ ഹൈളോ നിഫാസോ അങ്ങനെയുള്ള രക്തവുമായി ബന്ധപ്പെട്ട നിർബന്ധമായ കുളിക്കുന്ന സന്ദർഭത്തിൽ അവളുടെ ഗുഹ്യഭാഗങ്ങളിൽ അല്പം സുഗന്ധം ഉപയോഗിക്കല്, സുഗന്ധം പുരട്ടലും പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ സുഗന്ധം പുരട്ടാതിരിക്കല്, ആ ദുർഗന്ധങ്ങളൊക്കെ നീങ്ങാൻ അത് കാരണമാണെന്നതോടൊപ്പം പുരട്ടാതിരിക്കല് കറാഹത്താണ്. വുളൂ ചെയ്യാതിരിക്കല് കറാഹത്താണ്. അതുപോലെ തന്നെ വുളൂഇന്റെ പറയപ്പെട്ട കറാഹത്തുകളൊക്കെ കുളിയുടെയും കറാഹത്തുകളായിട്ട് വരും എന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. വുളൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കറാഹത്തുകളുണ്ട്. ബിസ്മി ചൊല്ലാതിരിക്കൽ, വായിൽ വെള്ളം കൊപ്പിളിക്കാതിരിക്കല്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കല്, അതുപോലെ ഈ ഉരച്ച് കഴുകാതിരിക്കല്, തിക്കകറ്റാതിരിക്കല്, അതൊക്കെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. എന്നതുപോലെ കുളിയുടെ സന്ദർഭത്തിലും ഈ പറഞ്ഞ ബിസ്മി ചൊല്ലലും വായിൽ വെള്ളം കൊപ്പിളിക്കല്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റല്, ഉരച്ച് കഴുകല്, ഇതുപോലത്തത് ചെയ്യാതിരിക്കുന്നത് പ്രത്യേകം കറാഹത്താണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ വുളൂ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഓവർ തണുപ്പുള്ള വെള്ളം കുളിക്കാനും വുളൂ എടുക്കാനും ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ഉപയോഗിക്കുന്നത് കറാഹത്താണ്. അതുപോലെ ഓവർ ചൂടുള്ള വെള്ളവും കുളിക്കാൻ വേണ്ടി എടുക്കുന്നതും കറാഹത്താണ്. ഓവർ ചൂട്, ഓവർ തണുപ്പ്, അതിപ്പോൾ മീഡിയം ലെവലുള്ള വെള്ളമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കുളിക്കാൻ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ അത് സ്വഹീഹാവൂല എന്നല്ല പറയുന്നത്, മറിച്ച് ശക്തമായ കഠിനമായ ചൂടുള്ള വെള്ളമോ കഠിനമായ തണുപ്പുള്ള വെള്ളമോ നമ്മളുടെ ശരീരത്തിൽ വുളൂ ചെയ്യാനും കുളിക്കാനും
നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത്തരം വെള്ളം കൊണ്ട് കുളിക്കുന്നതും വുളൂ ചെയ്യുന്നതും കറാഹത്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മളുടെ ഇബാദത്തുകളിലും മറ്റും വന്നു പോകുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വുളൂഇനെ കുറിച്ചും തയമ്മുമിനെ കുറിച്ചും കുളിയെക്കുറിച്ചും നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇൽമ് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും സ്വഹാബത്തിൻ്റെ പേരിലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് കൈമാറിയ മുൻഗാമികളായ എല്ലാ മഹാന്മാരുടെയും മഹത്തുക്കളുടെയും പേരിൽ, പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ഈ കിതാബിൻ്റെ മുസന്നിഫുമാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു. ഇലാ ഹളറാത്തിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.